കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ പുനരധിവാസ പദ്ധതിക്ക് നബാർഡ് അനുവദിച്ച കോടികളുടെ ഫണ്ട് പാഴാകുന്നു. പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയതാണ് ഫണ്ട് നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാർഷിക വായ്പകൾ എഴുതിത്തള്ളുന്നതിനും നബാർഡ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശങ്ങളിൽ 200 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രത്യേക പാക്കേജായി നബാർഡ് പ്രഖ്യാപിച്ചത്. എൻഡോസൾഫാൻ ദുരന്തം വിതച്ച 11 പഞ്ചായത്തുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനുമാണ് പ്രധാനമായും തുക വകയിരുത്തിയത്. എന്നാൽ നബാർഡിന്റെ അനുമതി ലഭിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും പ്രധാന പദ്ധതികളെല്ലാം ഇന്നും കടലാസിലാണ്. പദ്ധതി നിർവഹണ കാലയളവ് അവസാനിക്കാനിരിക്കെ നബാർഡ് അനുവദിച്ച കോടിക്കണക്കിന് രൂപ വിനിയോഗിക്കാൻ കഴിയാത്തത് സർക്കാർ ഗൗരവമായി കാണണമെന്ന് പി കരുണാകരൻ MP റിപ്പോർട്ടറോട് പറഞ്ഞു. ഇതിന്റെ ഗൗരവം വെച്ചുകൊണ്ട് നമ്മുടെ ജില്ലക്ക് അനുവദിച്ചു കിട്ടിയ ഈ സംഖ്യ, ഇപ്പോൾ നിങ്ങൾ കാഞ്ഞങ്ങാട് ആശുപത്രിക്ക് 5 കോടി, കാസർഗോഡ് ആശുപത്രിക്ക് 4 കോടി, ഇവിടെ ഓരോ ആശുപത്രിക്ക് 2 കോടി, പാലിയേറ്റീവ് കെയറിന് 2 കോടി എന്ന നിലയിലൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയില്ല, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ കഴിയില്ല, ഗവൺമെൻറ്റിന് തന്നെ ഒരു തരത്തിൽ, കാരണം ഗവൺമെൻറ് ഇതിന് ഗ്യാരണ്ടി നിൽക്കേണ്ടതുണ്ട്. പക്ഷെ അനുവദിച്ച് കിട്ടിയ സംഖ്യ ഉപയോഗിക്കുന്നതിൽ വലിയ കാലതാമസമാണ് വരുന്നത്. ദുരിതബാധിതരുടെ കാർഷിക വായ്പ എഴുതിത്തള്ളുന്നതിനും നബാർഡ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഫണ്ട് ലാപ്സാവുമെന്ന് നബാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബാധ്യത വരുത്താതെയുള്ള വികസന പദ്ധതികളാണ് അധികാരികളുടെ അനാസ്ഥ കാരണം നഷ്ടമാകുന്നത്. രജിൽ രാജ്, റിപ്പോർട്ടർ, കാസർഗോഡ്.